ഹലോ ഗായ്സ്, ഇന്ന് അങ്ങ് പോണത് കണ്ണൂരിലുള്ള പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അവിടെ പോകണം എന്നുള്ളത്. അങ്ങനെ ഇന്നൊരു ദിവസമാണ് ഞങ്ങൾക്ക് ഒഴിവ് കിട്ടിയത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ആദ്യം തന്നെ പോയി വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചു. എന്നിട്ട് ഒരു ചായക്കടയിലേക്ക് കയറി ചായ കുടിച്ചു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞങ്ങൾ കുറച്ച് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ വിചാരിച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡല്ലാന്ന്. അമ്പലത്തിൻ്റെ നടയുടെ ഭാഗത്ത് മാത്രമാണ് ഫോൺ അലൗഡില്ലാത്തത്. ബാക്കിയുള്ളിടത്തൊക്കെ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ആദ്യം കണ്ടില്ല. അത് കാരണം ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പുഴുങ്ങിയ കടലയും തേങ്ങാക്കൊത്തും അതും ചായക്ക് കുടിച്ചു. പിന്നെ ഞങ്ങൾ പുഴയിൽ കാല് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങി. പുഴയുടെ വെള്ളത്തിന് ചെറിയ തണവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറച്ച് മീനുകളുമായിരുന്നു, കുഞ്ഞു മീനുകൾ. അപ്പോൾ തനൂനി വീണ്ടും ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശിരിക്കുന്നു. അതാണ് ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ പോയി കാല് കഴുകിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടത് ഞാൻ ജസ്റ്റ് വീഴാൻ പോണതാണ്, ആരും മൈൻഡ് ചെയ്യണ്ട. പിന്നെ ഞങ്ങൾ അവിടുത്തെ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. പുഴയുടെ മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ അതേ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. കുറേ ഹൗസ് ബോട്ടുകൾ അവിടേക്കും ഇവിടേക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫോണെടുത്ത് മുത്തപ്പൻ്റെ ഓരോ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ചു. പിന്നെ കളിപ്പാട്ടങ്ങളും വളയമാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. കാരണം ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങ് തൊഴുത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. തുള്ളലൊന്നും കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പറഞ്ഞു, ഞങ്ങൾ രാവിലെ പോയാണ് തൊഴുതതും. വൈകുന്നേരം എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. കാരണം ചാച്ചന് പണിക്കും പോകണം, ഞങ്ങൾക്ക് പിറ്റേ ദിവസം സ്കൂളിലും പോകണ്ട. കാരണം ഞങ്ങൾ തൊഴുത് വന്നു. തുള്ളലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ് ഒരു ദിവസം വീണ്ടും കൊണ്ടുവരാമെന്ന് പറഞ്ഞു, തുള്ളലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് അച്ഛൻ വരികയായിരുന്നു. തനു നല്ല ഉറക്കമായിരുന്നു, വന്നപ്പോഴും പോന്നപ്പോഴും ഒക്കെ. തനുവിനെന്ന് പറഞ്ഞാൽ മുത്തപ്പൻ ജീവനാണ്. അത് കാരണം ഉറങ്ങുമ്പോൾ പോലും അവൾ മുത്തപ്പൻ്റെ പാട്ട് കേൾക്കാണ്ട് ഉറങ്ങൂല. അങ്ങനെയാണ് അവൾ. അമ്പലം നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുറ്റും നായ്ക്കളും ഒക്കെ ഓടി നടക്കുകയായിരുന്നത്. എനിക്കിഷ്ടമായി അമ്പലം. പിന്നെ എന്ത് ചെയ്തു, ഞങ്ങൾ പോയി വഴിക്ക് മറ്റേ കട്ട്ലൈറ്റും അവിൽ മിൽക്കൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി. അമ്പലത്തിലോട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോയത്. അത് കാരണം നല്ല എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെൻറ്റൊക്കെ ഒരേപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ഫോട്ടോസൊക്കെ അങ്ങ് കുറച്ചെടുത്തിരുന്നു. ഇതൊക്കെയാണ് ഫോട്ടോസ്.